ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു തക്കാളി മെഴുക്കുപുരട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തക്കാളി മെഴുക്കുപുരട്ടി വെക്കുമോ? ആ മെഴുക്കുപുരട്ടി വയ്ക്കാം കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിക്ക് സമ്മാനം കിട്ടിയൊരു കറിയാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ ആൻറ്റി എന്നെ പഠിപ്പിച്ചൊരു കറിയാണ് ഈ തക്കാളി മെഴുക്കുപുരട്ടി. നല്ല ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ വെച്ചിട്ട് ഉണക്കുമീനൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ്. അപ്പോൾ ഞാൻ പണ്ട് ഏഷ്യാനെറ്റിലാണോ ഫ്ലവേഴ്സിലാണോ ഇത് വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊരു വീഡിയോ ചെയ്തപ്പം എന്തായാലും ഇന്നൊരു നോമ്പൊക്കെ ഇല്ലേ, ഒരു പച്ചക്കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ ഒരു തക്കാളി, കുറച്ച് പച്ചമുളകും, കുറച്ച് ഏറെ ഉള്ളി വേണം. ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ വെളുത്തുള്ളി ചേർക്കുന്നവരുമുണ്ട്, പക്ഷെ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. നല്ല ഇടത്തരം പഴുത്ത തക്കാളിയാണ്, ഒത്തിരി പഴുത്ത തക്കാളിയല്ല, ഒരു ഇടത്തരം പഴുത്ത തക്കാളി. എന്നിട്ട് നമ്മൾ അതിനെ ഉണ്ടല്ലോ ഇതെല്ലാം അരിഞ്ഞ് പെറുക്കി സെറ്റാക്കി വെച്ചിട്ട് ഒരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പിലോട്ട് അങ്ങ് വെക്കുക. കണ്ടോ, എണ്ണ ചൂടായി വരുമ്പം അതിനകത്തോട്ട് കുറച്ച് കടുക് ഇടുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുക. അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മളവിടെ എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വിഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് തട്ടി. പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് ലേശം അതിനുള്ള മഞ്ഞൾപ്പൊടി അതിനിടുക. എന്നിട്ട് കുറച്ച് ഉപ്പൂടി ഇടുക. ഉപ്പിലോട്ട് അങ്ങ് തട്ടിപ്പൊട്ടി ശരിക്കും അങ്ങോട്ട് വെക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ പോകുന്നൊരു കറിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കുക. എന്നിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളെ എന്താ പറയുക, ഇത് വെച്ച് നോക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും. കുറച്ച് വേവ് കുറഞ്ഞത് നന്നായിരിക്കും. ഞാൻ കുറച്ച് വേവിച്ചെടുത്തു, കാരണം എനിക്ക് ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടി. ഇച്ചിരി വേവ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വിഭവമായി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ ചെയ്തിടാം. ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത തെറ്റുകുറ്റങ്ങളുണ്ട്. സദയം ക്ഷമിക്കുക. ഓക്കേ.